ഒരു സിനിമ ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് ആരാണ് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമസ്കാരം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സിനിമയുടെ സക്സസ് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു എന്നതാണ്. പലർക്കും തോന്നുന്നത് കളക്ഷൻ കൂടുതലായാൽ മൂവി ഹിറ്റായി എന്നതാണ്, കളക്ഷൻ കുറവായാൽ മൂവി ഫ്ലോപ്പായി എന്നുമാണ്. പക്ഷേ റിയാലിറ്റി ഇതിൽ നിന്നും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. ഒന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ബഡ്ജറ്റും കളക്ഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു സിനിമയുടെ ബഡ്ജറ്റ് 50 കോടിയാണെങ്കിൽ സിനിമക്ക് കുറഞ്ഞത് ആ എമൗണ്ട് റിക്കവർ ചെയ്യണം. കളക്ഷൻ 100 കോടിയായാലും ബഡ്ജറ്റ് 120 കോടിയാണെങ്കിൽ സിനിമ ഫ്ലോപ്പാകും. ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഷൂട്ടിംഗ് കോസ്റ്റ് മാത്രമല്ല, മാർക്കറ്റിംഗ്, പ്രൊമോഷൻ, ഡിസ്ട്രിബ്യൂഷൻ എല്ലാ ചെലവുകളും ആഡ് ചെയ്യും. അതായത് ഒഫീഷ്യൽ ബഡ്ജറ്റ് 50 കോടിയാണെങ്കിലും ടോട്ടൽ കോസ്റ്റ് 70 മുതൽ 80 കോടി വരെ എത്താം. അതിനാൽ കളക്ഷൻ ടോട്ടൽ കോസ്റ്റിനേക്കാൾ കൂടുതലായാലേ മൂവി സേഫ് ആകുകയുള്ളൂ. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ ആണ്. ബ്രേക്ക് ഈവൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂവി തൻ്റെ ബഡ്ജറ്റ് കവർ ചെയ്യുന്ന പോയിൻ്റാണ്. മൂവി തൻ്റെ ബഡ്ജറ്റിന് മുകളിൽ പോയാൽ പ്രോഫിറ്റ് തുടങ്ങും. അപ്പോൾ അത് ഹിറ്റ് കാറ്റഗറിയിൽ വരും. സാറ്റലൈറ്റ് റൈറ്റ്സ്, OTT റൈറ്റ്സ്, ഓഡിയോ റൈറ്റ്സ് ഇവ വഴി ഓൾറെഡി വലിയ എമൗണ്ട് റിക്കവർ ചെയ്യും. അതുകൊണ്ട് തിയേറ്റർ കളക്ഷൻ കുറവായാലും മൂവി ലോസ് ഇല്ലാതെ സേഫാകാം. ഇപ്പോൾ മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ പ്രൊഡ്യൂസറിന് ഫുൾ കളക്ഷൻ കിട്ടുമോ എന്നതാണ്. ഇതിനുത്തരം ഇല്ല എന്നാണ്. തിയേറ്റർ, ഡിസ്ട്രിബ്യൂട്ടർ, പ്രൊഡ്യൂസർ ഇവർക്കിടയിൽ കളക്ഷൻ ഷെയർ ചെയ്യണം. അതുകൊണ്ട് ഗ്രോസ് കളക്ഷൻ വലുതായാലും പ്രൊഡ്യൂസർക്ക് കിട്ടുന്നത് കുറവായിരിക്കും. ഷെയർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എല്ലാ കളക്ഷനും ഒരേ സ്ഥലത്ത് നിന്നല്ല വരുന്നത്. ഡിഫറെൻ്റ് ഏരിയാസിലേക്ക് മൂവി റൈറ്റ്സ് വേർതിരിച്ചു കൊടുക്കും. കേരള, തമിഴ്നാട്, ഓവർസീസ് ഓരോ ഏരിയക്കും വേറെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ടായിരിക്കും. അവർക്കിടയിൽ കളക്ഷൻ ഷെയർ ചേഞ്ച് ചെയ്യും. അതുകൊണ്ട് തന്നെ ഒരു ഏരിയയിൽ മൂവി ഹിറ്റായാലും മറ്റൊരു ഏരിയയിൽ ലോസ് ആകാം. അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ പബ്ലിക് റെസ്പോൺസ് ആണ്. പോസിറ്റീവ് റിവ്യൂസ് ഉണ്ടെങ്കിൽ മൂവി ലോങ് റൺ ചെയ്യും. നെഗറ്റീവ് റെസ്പോൺസ് ആണെങ്കിൽ കളക്ഷൻ ഡ്രോപ്പ് ചെയ്യും. പബ്ലിക് റെസ്പോൺസ് എന്ന് പറയുമ്പോൾ റിവ്യൂസ് മാത്രമല്ല, മൗത്ത് പബ്ലിസിറ്റിയാണ് ഏറ്റവും പവർഫുൾ. ആളുകൾ തമ്മിൽ മൂവി റെക്കമെൻഡ് ചെയ്താൽ ഡേ ബൈ ഡേ കളക്ഷൻസ് ഇൻക്രീസ് ചെയ്യും. പക്ഷേ നെഗറ്റീവ് ടോക്ക് വന്നാൽ രണ്ടാമത്തെ ദിവസം മുതൽ തന്നെ കളക്ഷൻ ഡ്രോപ്പ് ചെയ്യും. മറ്റൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഒക്യുപ്പൻസി. തിയേറ്റർ ഫുള്ളാണോ ഇല്ലയോ എന്നതാണ് റിയൽ ഡിമാൻഡിനെ കാണിക്കുന്നത്. ഹൗസ്ഫുൾ ഷോ ആണെങ്കിൽ മൂവി സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. വളരെ സിമ്പിളായി പറയുകയാണെങ്കിൽ കളക്ഷൻ മാത്രം നോക്കുന്നത് ശരിയല്ല. ബഡ്ജറ്റ്, ഷെയർ, റെസ്പോൺസ്, ഒക്യുപ്പൻസി ഇവയെല്ലാം കമ്പൈൻ ചെയ്താൽ മാത്രമേ മൂവി ഹിറ്റാണോ ഫ്ലോപ്പാണോ എന്ന് തീരുമാനിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് ക്ലിയറായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു സിനിമയുടെ സക്സസ് എങ്ങനെ ഡിസൈഡ് ചെയ്യുന്നു എന്നത്. ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.